സുവർണ കഥകളിലേക്ക് സ്വാഗതം. കഥ ചെറക്കര കൊണ്ടുവട്ടം രഹസ്യാന്വേഷണ വിഭാഗം. എഴുതിയത് മൃദുൽ VM. പഴയ പോലൊരു രഹസ്യമായതുകൊണ്ടാ സാറേ ഇവിടെ തന്നെ വരണമെന്ന് പറഞ്ഞത്. ചുനവറ്റിയ ഒരു മാങ്ങ പൊടി പിടിച്ച ആ മേശയുടെ മുകളിൽ വച്ചുകൊണ്ട് അവർ പറഞ്ഞു. 2 ദിവസത്തെ അന്വേഷണം കഴിഞ്ഞാൽ ലതിക തന്നെ പൊടിതട്ടി ഒതുക്കി വയ്ക്കുന്ന 3 വലിപ്പുള്ള പഴയ മേശയായിരുന്നു അത്. മേലുദ്യോഗസ്ഥൻ്റെ ഭാരങ്ങളൊന്നുമില്ലാതെ, പഴയ ഉത്സാഹത്തിൻ്റെ ഒരു തരിയുമില്ലാതെ അയാൾ 4.5 വർഷം മുമ്പ് സജീവമായിരുന്ന ആ വാടക മുറിയുടെ ഷട്ടർ പൊക്കുമ്പോഴുള്ള ഒച്ചയിൽ ആ സ്ത്രീ വല്ലാതെയായി. അനൂപന് സത്യത്തിൽ ബുദ്ധിമുട്ട് തോന്നി. ശതാനന്ദനോട് ഇനി ഒരിക്കലും വാടകമുറി ചോദിക്കേണ്ടി വരില്ല എന്ന് അയാൾക്ക് തീർപ്പുണ്ടായിരുന്നു. മറ്റെല്ലാം നിർത്തി ചിത്രയും മകളുമൊത്തുള്ള കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിച്ച് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നുപോകുമ്പോഴായിരുന്നു അത്. ലതിക സുബ്രഹ്മണ്യൻ എന്നൊരാൾ കാണാൻ വന്നിട്ടുണ്ട് സർ എന്ന് സ്റ്റാഫ് വന്ന് പറയുന്നത് ചിത്ര ഫോണിൽ വ്യക്തമായും കേട്ടു കാണും. അതിൻ്റെ ആശങ്കയും ചേർത്ത് ഫോൺ കട്ട് ചെയ്ത് ഫ്രണ്ട് ഓഫീസിനപ്പുറത്ത് പുതുതായി കൂട്ടിയെടുത്ത വിസിറ്റേഴ്സ് റൂമിലേക്ക് അനൂപൻ ശ്രദ്ധയോടെയാണ് നടന്നത്. അത്ര പ്രാധാന്യമുള്ള ആളാണ് വന്നിരിക്കുന്നത് എന്ന് സഹജീവനക്കാർക്ക് ഊഹിക്കാൻ സമയം കൊടുക്കരുത്. ലതികയും അതിന് തയ്യാറായിട്ടായിരുന്നു സ്റ്റീൽ കസേരയിൽ അപേക്ഷ എന്ന് തോന്നുന്ന ഒരു പേപ്പറുമായി ഇരുന്നത്. അനൂപനെ കണ്ട ഉടനെ എഴുന്നേറ്റ് കയ്യിലെ പേപ്പർ നീട്ടി. അതിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ 2-3 വാചകങ്ങളിൽ പറയാനുള്ള കാര്യം പറഞ്ഞുകൊണ്ട് തിരിച്ചുപോയി. അവിടെ തന്നെ നിന്ന് കുറേ വട്ടം അക്കാര്യം ആലോചിച്ചു തീരുമാനിച്ചാണ് അയാൾ അന്ന് രാത്രി അവനെ വിളിക്കുന്നത്. ശതനോട് പഴയ പോലെ 1 മാസത്തേക്ക് റെന്റിന് ചോദിച്ചു. ലതികയുടെ പാതിയിലേറെയും നരച്ച മുടിയിലേക്ക് ഒന്ന് വെറുതെ നോക്കി അയാൾ കസേരയിലിരുന്നു. അവരൊന്ന് മൂളി. സാറിന് ബുദ്ധിമുട്ടായോ? വർഷങ്ങൾക്കിപ്പുറം തുന്നിയ മുറിവിൻ്റെ തടിപ്പിലേക്ക് തൊട്ടതുപോലെ അയാൾക്ക് അസ്വസ്ഥതയുണ്ടായി. ചേച്ചി പേര് വിളിച്ചാൽ മതിയെന്നേ, അതൊക്കെ നമ്മൾ അന്നേ അഴിച്ചു കളഞ്ഞില്ലേ? അയാൾ ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ചുവരിലേക്ക് നോക്കി. അവരും നോക്കി. അവിടെ വലിയൊരു ബോർഡിൽ പല പേരുകളും പലതരം മനുഷ്യരുടെ ചിത്രങ്ങളും വഴികളും മാപ്പുകളും രേഖപ്പെടുത്തിയിരുന്നു. അതിനു താഴെ സെബാസ്റ്റ്യനും ഗോപിയും ഒതുക്കി വെച്ച മേശ, അതിൽ പത്രക്കെട്ടുകളും ഫയലുകളും പേപ്പർ ബണ്ടിലുകളും. നമ്മുടെ സെബാസ്റ്റ്യൻ മരിച്ചുപോയി സാറേ. സാർ അറിഞ്ഞിരുന്നോ? ലതിക പിന്നെയും പഴയ തക്കത്തിൽ സാറെന്നു തന്നെ വിളിച്ചപ്പോൾ അയാൾ അത് തിരുത്താൻ പോകാതെ സെബാസ്റ്റ്യനെ ഓർത്തു. ഇല്ല, ഞാൻ പിന്നെ ആരെയും വിളിച്ചിരുന്നില്ല. അറിയാമല്ലോ, ആരും പറഞ്ഞുമില്ല. സെബാസ്റ്റ്യനെയും ഗോപിയെയും അനൂപൻ എളുപ്പത്തിൽ കണ്ടെത്തിയിരുന്നു. വളരെ രഹസ്യമായി ചെയ്യേണ്ട ജോലിയാണ്. അതിനു പറ്റിയ ഒരാളെ കൂടി വേണമെന്ന് പറഞ്ഞപ്പോൾ സെക്യൂരിറ്റി സുബ്രഹ്മണ്യൻ അന്ന് കൊണ്ടുവന്നതായിരുന്നു ഭാര്യ ലതികയെ. സാറേ, വീട്ടിൽ ഒരു പെൺകൊച്ചുള്ളതാണ്. എവക്ക് പ്രായം ഇത്രയൊക്കെ ആണെങ്കിലും വല്ല പൊട്ട വീഡിയോ കേസിലൊന്നും പെടുത്തിയേക്കല്ല്. സുബ്രഹ്മണ്യൻ അന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഗോപിക്കും സെബാസ്റ്റ്യനും അതിൽ ചിരിയൊന്നും വന്നില്ല. അന്വേഷണ ഉദ്യോഗസ്ഥരായി അഭിനയിക്കാൻ തയ്യാറായി വന്നതായിരുന്നു അവരിരുവരും. മൊത്തമായി നരച്ച തൻ്റെ 60ലും ലോട്ടറിക്കെട്ടുമായി നടക്കുന്നതിനിടയിലാണ് ഒരു ദീപാവലി ബമ്പർ നോക്കിയെടുത്ത് അനൂപൻ ആ കാര്യം സെബാസ്റ്റ്യനോട് ചോദിക്കുന്നത്. അതിനു മുമ്പ് ഒരു ബ്രോക്കറുടെയും കോഴിക്കടക്കാരൻ്റെയും ചുമട്ടുതൊഴിലാളിയുടെയും കല്ലുചെത്ത് പണിക്കാരൻ്റെയും വേഷങ്ങൾ അയാൾ അഭിനയിച്ചു ഫലിപ്പിച്ചിട്ടുണ്ട്. ഗോപിക്ക് ജീവിതത്തിലുടനീളം ഗോപിയുടെ തന്നെ വേഷമായിരുന്നു. അതെന്താണെന്ന് കൃത്യമായിട്ട് അനൂപൻ അറിയില്ല. ഈ ജോലിയിൽ അയാൾക്ക് പരിചയക്കൂടുതലുണ്ട്. പൈസ കിട്ടും എന്നുള്ള അറിവായിരുന്നു ഗോപിയുടെ സത്യം. നമുക്ക് വേണ്ടത് ഒരേ മുഖഛായയുള്ള ആളുകളെയാണ്. ഒരേ വീട്ടിലുള്ള രക്തബന്ധത്തിൽപ്പെട്ട ആളുകളെയല്ല നമ്മൾ അന്വേഷിച്ചു പോകേണ്ടത്. അതല്ലാത്ത പല ദേശങ്ങളിലുള്ള മനുഷ്യരെ കണ്ടെത്തി അവരുടെ സാദൃശ്യങ്ങൾ പൊരുത്തപ്പെടുത്തണം. മനസ്സിലായോ? ബോർഡിൽ ഞാൻ 2 ചിത്രങ്ങൾ ഒട്ടിച്ചത് കണ്ടോ? അനൂപൻ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ബോർഡിലെ ആദ്യത്തെ സ്ത്രീയുടെ ചിത്രത്തിൽ തൊട്ടു. 3 പേരും ആ ചിത്രത്തിലേക്ക് നോക്കി. അവരെ അവർ പെട്ടെന്ന് മനസ്സിലാക്കി. ഇത് ഗൗരിയമ്മ എന്ന് അവർ എളുപ്പത്തിൽ മനസ്സിലെഴുതിയിട്ടു.
തങ്ങളുടെ മേലുദ്യോഗസ്ഥൻ ചോദിച്ചാൽ പറയാൻ അവർ തയ്യാറായി. ഇത് നളിനി എന്നു പേരുള്ള കോക്കയം ഭാഗത്തെ ഒരു സ്ത്രീയാണ്. നിങ്ങൾ ഉദ്ദേശിച്ച ആളുടെ ഫോട്ടോ ദാ ഈ രണ്ടാമത്തേതാണ്. പൊത്തിപ്പിടിച്ച വലതുകൈ മാറ്റി ഗൗരിയമ്മയുടെ ഫോട്ടോയിലേക്ക് ചൂണ്ടി അനൂപൻ പറഞ്ഞപ്പോൾ ആ പുതിയ ഉദ്യോഗസ്ഥർ അമ്പരപ്പോടെ പരസ്പരം നോക്കി. സച്ചിൻ ടെണ്ടുൽക്കറും വരാൻ തോട്ടടയും അബ്ദുൽ കലാമും ജോർജ് പടയാനും രജനീകാന്തും മുഖ്താർ സലാമും എം മുകുന്ദനും നീലേശ്വരത്തെ കുഞ്ഞിക്കണ്ണനും ഒക്കെ വലിയ വലിയ ഉദാഹരണങ്ങളായി അയാൾ കാണിച്ചു. രജനീകാന്ത് മയീച്ച എന്ന സ്ഥലത്ത് ചായ അടിക്കുന്ന ഫോട്ടോ ഒരിക്കൽ സെബാസ്റ്റ്യൻ പത്രത്തിൽ കണ്ടിട്ടുണ്ട്. അയാളുടെ പേര് കൊച്ചുവാസു എന്നായിരുന്നു. നന്നായി നിരീക്ഷിക്കുക. നാടുകളിൽ നിന്ന് നാടുകളിലേക്ക് നിങ്ങൾക്ക് പോകാം. ഇതെല്ലാം കുറിച്ചു വെക്കാനുള്ള പോക്കറ്റ് ഡയറി, ഒരു ഫോൺ, കുറച്ച് പൈസ ഒക്കെ 3 പ്രത്യേകം കവറിലാക്കി മേശയിൽ വച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്കാണ്. പറഞ്ഞല്ലോ, ഇത് രഹസ്യമാക്കി വെക്കണം. അപ്പോൾ കാര്യങ്ങൾ എന്നെ അറിയിക്കണം. ലതിക അതുവരെ കണ്ട പോലീസ് സിനിമകളുടെ അനുഭവത്തിന്റെ തരിപ്പിൽ യെസ് സർ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ടു നിന്നു. അതു കണ്ടപ്പോൾ സെബാസ്റ്റ്യനും ഗോപിക്കും തങ്ങൾ വലിയൊരു കേസിനായി ചുമതലയേൽക്കപ്പെട്ട ഉദ്യോഗസ്ഥരാണെന്ന് തന്നെ തോന്നി. തൊട്ടടുത്തൊരു ദിവസം തന്നെ ഒത്തൊരു ധാരണയോടെ അവർ മഫ്തിയിലിറങ്ങി. ചിറക്കരക്കുണ്ട് പഞ്ചായത്തിൽ 2 ബിഗ് ഷോപ്പർ നിറയെ ബേക്കറി പലഹാരങ്ങളുമായി ലതിക തുടങ്ങി. ജീവിതത്തിൽ ഇന്നോളം പതിഞ്ഞ മുഖങ്ങൾക്ക് നിശ്ചയമായും മറ്റൊരു മുഖച്ചേർച്ച കണ്ടെത്താനാകുമെന്ന് അവർക്ക് തോന്നിയിരുന്നു. ഗോപി താലൂക്ക് ആശുപത്രിക്ക് മുമ്പിൽ ആയിരക്കണക്കിന് രോഗികളുടെ അടുത്ത ബന്ധുവായി പ്രത്യക്ഷപ്പെട്ടു. വാർഡുകളിൽ നിന്ന് എക്സ്റേ ലാബിലേക്കും അവിടെ നിന്ന് ഫാർമസിയിലേക്കും ഇടയ്ക്ക് കാഷ്വാലിറ്റിയിലേക്കും വേവലാതിയോടെ ഓടി നടന്നു. അതിൽ സെബാസ്റ്റ്യനാണ് ആദ്യത്തെ 2 മുഖങ്ങൾ ചേർച്ചയോളം കുറിച്ചു വച്ചത്. ലോട്ടറി ടിക്കറ്റുകളുമായി അയാൾ ആദ്യ ദിവസം ബാറുകളും സിനിമാ തിയേറ്ററുകളും പെട്രോൾ പമ്പുകളും പറ്റി നിന്നു. നിത്യനിരാമയൻ AC ബാറിൽ നിന്ന് പുറത്തിറങ്ങിയ കോൺട്രാക്ടർ പൊന്നുമേട് സജിക്കും 3 നാൾ കഴിഞ്ഞ് സിറ്റി സർക്കിളിൽ ഹെൽമറ്റ് വയ്ക്കാതെ 2 കുഞ്ഞു പിള്ളേരെയും കയറ്റി പെട്രോൾ അടിക്കാൻ വന്ന ചെറുപ്പക്കാരനും ഒരേ മുഖം. പോക്കറ്റിൽ നിന്ന് ഡയറി എടുത്ത് വണ്ടി നമ്പർ നോട്ട് ചെയ്ത് അനൂപൻ സാറിനെ വിളിച്ചപ്പോൾ പുള്ളി പെട്ടെന്ന് തന്നെ വലിയ ഫോണിൽ നോക്കി ഉത്സാഹത്തോടെ ചെറുപ്പക്കാരൻ്റെ അഡ്രസ് പറഞ്ഞു കൊടുത്തു. സെബാസ്റ്റ്യൻ പിന്നെ ആ വഴിക്കായിരുന്നു. ഗോപിയുടെ മനസ്സിൽ ആരും ചേർച്ചയൊപ്പിച്ചു വന്നില്ല. ഓർമ്മകൾ അയാളെ കളിപ്പിച്ചുകൊണ്ടിരുന്നു. കുമ്പളയിൽ അയാൾ കാവടിക്കാരനായി ഭസ്മം തൊട്ട് 4 പീലിയും വീശി നടന്നു. ഇരുട്ടിയിൽ ഒരു പെന്തക്കോസ്ത് സംഘം അയാൾക്ക് ഇടം കൊടുത്തു. കുറച്ചു നാളുകൾ കൊണ്ട് അയാൾ തമ്പാറ് മുട്ടാൻ പഠിച്ചു. തഴക്കം വരും മുൻപ് അയാൾ അവിടം വിട്ടു. ബേക്കറി കച്ചവടം നന്നായി നടന്നതല്ലാതെ 2 പഞ്ചായത്തുകൾ കഴിഞ്ഞിട്ടും ലതികയ്ക്ക് ഒരാളെ പോലും കണ്ടുകിട്ടിയില്ലെങ്കിലും കുടത്താഴം ബേലൂർ പഞ്ചായത്തിൽ അത് സംഭവിച്ചു. ചെറക്കരവട്ടം കടന്നപ്പോൾ ഒന്നല്ല 3 പേർ അവരുടെ പോക്കറ്റ് ഡയറിയിൽ കുടുങ്ങി. അവരത് ആരോടും പറയാതെ ഒരു പകൽ 3ആയി ഭാഗിച്ച് 3 പേർക്കും കൃത്യമായി സമയം കണ്ടെത്തി. സരീഷ് ഉണ്ണി എന്ന 38കാരൻ്റെ കയ്യിൽ 1000 രൂപ പിടിപ്പിച്ച് സെബാസ്റ്റ്യൻ കാര്യങ്ങളെല്ലാം അയാളെ ബോധ്യപ്പെടുത്തി. അയാളുടെ വെളുത്ത കട്ടികുറഞ്ഞ കൊമ്പൻ മീശയിൽ നോക്കി ആ ചെറുപ്പക്കാരൻ വല്ല ഉഡായിപ്പുമാണോ ചേട്ടാ എന്ന് ചോദിച്ചിരുന്നുവെങ്കിലും പഞ്ചായത്തിലെ പ്രൊമോട്ടർ പണിക്കിടയിൽ ചില്ലറ വലിയുന്ന ലൊട്ടപ്പണികൾക്ക് ഉണ്ണി തലവയ്ക്കാറുണ്ട്. ഇതിനും അയാൾ തലവയ്ക്കും. പൊന്നുമേട് സജിയെ കിട്ടിയെന്ന് സെബാസ്റ്റ്യന്റെ കോൾ വന്ന സന്തോഷത്തിൽ എണീറ്റ് ഫോണുമായി അനൂപൻ പുറത്തേക്ക് നടക്കുമ്പോൾ നിന്റെ അപ്പാപ്പന്റെ പ്രാന്ത് അച്ഛനും തുടങ്ങിയേടി എന്ന് ചിത്ര കുഞ്ഞിനോട് പതുക്കെ പറഞ്ഞു. പ്രാന്ത് എന്ന വാക്ക് ആദ്യമായിട്ട് കേൾക്കുന്നതുപോലെ ആ കുഞ്ഞ് അമ്മയെ നോക്കി ചിരിച്ചു. അപ്പന്റെ അവസാന കാലത്തെടുത്ത ഒരു ഫോട്ടോ അനൂപൻ ഫ്രെയിം ചെയ്ത് ഹാളിൽ തൂക്കിയിട്ടിരുന്നു. പെട്ടെന്ന് വന്ന ഒരു സ്ട്രോക്കിൽ അയാളുടെ മുഖം ഇടത്തോട്ട് കോടിയിരുന്നു. മുടിയും മീശയും ചുരുക്കി വെട്ടി പഴയതിലും തെളിച്ചമുള്ള പാതി ചിരിയുണ്ടായിരുന്നു അതിൽ. അത് അപ്പനല്ല എന്ന് അനൂപന്റെ അമ്മ പഴയ ഫോട്ടോകൾ നോക്കി ഇടയ്ക്കിടെ പറയുമായിരുന്നു. ജന്മനാ ഘ്രാണശേഷിയില്ലാത്ത ഒരു പാവം സ്ത്രീ ആയിരുന്നു. അവരും മരിച്ചുപോയി.
ചിന്നനെ കണ്ടായോ എന്ന ഒരേ വരി 10 വട്ടത്തോളം മേലെയും താഴെയുമായി ആവർത്തിച്ച് പാടുമ്പോൾ ലതികയ്ക്ക് മടുക്കുമായിരുന്നു. 3-4 പിള്ളേർ ദിവസവുമുണ്ടാവും. കേട്ട് അവൾക്കത് മനഃപ്പാഠമായി. എന്നാലും അത് മൂളാൻ ഭയപ്പാടുള്ള പാട്ടാണ്. കണ്ണൻ മാഷ് ചുമലു തൊടുന്ന മുറ്റുള്ള മുടി ഇടയ്ക്ക് ചെവിയുടെ പിന്നിലേക്ക് നീക്കിപ്പാടും. കുട്ടികൾ ഒരേ തൊണ്ടയിൽ നിന്നെന്ന പോലെ അത് ആവർത്തിക്കും. ലതിക അയാളുടെ കുറ്റി മീശയും വരണ്ട ചുണ്ടും തെളിച്ചമില്ലാത്ത കണ്ണുകളും നോക്കി നിന്ന് എന്തൊരു ചേർച്ചയാണ് ഇതെന്ന് ആലോചിക്കും. മാഷിനൊരു ദിവസം ഈ മീശയൊന്ന് കളയാൻ പറ്റുമോ? അന്ന് കണ്ണൻ മാഷും ലതികയും ഒന്നിച്ച് 2ാം നിലയിൽ നിന്നും ഇറങ്ങി. മാഷ് ചിരിച്ചു. ലതികയും ചിരിച്ചു. 3-4 പലഹാരത്തിന്റെ പൊതികൾ അയാളുടെ സഞ്ചിയിൽ സ്നേഹത്തോടെ പിടിപ്പിച്ചുകൊണ്ട് ലതിക ഒരിക്കൽ കൂടി അത് പറഞ്ഞപ്പോൾ തല കുലുക്കിക്കൊണ്ട് സമ്മതിച്ച പോലെ പിന്നെയും മാഷ് ചിരിച്ചു. കുറച്ചു നാളായിട്ട് തന്റെ പാട്ടുകേട്ട് ജനലിനപ്പുറം വന്നു നിൽക്കുന്ന ആ സ്ത്രീ സിന്ധു ഭൈരവിയിലെന്നതുപോലെ ഇടയ്ക്ക് ആഴത്തിൽ കണ്ണുകളടച്ച് ചുണ്ടുകൾ അനക്കിയിരുന്നു. അയാൾ അത് കാണും. നിങ്ങൾ ആരാണ്, എന്താണ്, എന്തിനാണ് എന്നൊന്നും മാഷ് ചോദിച്ചില്ല. കള്ളം പറയാൻ മടിച്ച് ലതിക ഒന്നും പറയാനും പോയില്ല. മേൽക്കുമേൽ കള്ളങ്ങൾ വച്ചുകെട്ടി സെബാസ്റ്റ്യൻ പൊന്നുമേട് സജിയെ കോട്ടച്ചേരി ജംഗ്ഷനിൽ എത്തിച്ചു. സരീഷ് ഉണ്ണി വനിതാ ഹോട്ടലിൽ നിന്ന് ഒരു ചായ ഓർഡർ ചെയ്തുകൊണ്ട് പുറത്ത് ബെഞ്ചിലിരുന്നു. എതിർവശത്തെ കെട്ടിടത്തിന്റെ 1ാം നിലയിൽ ക്ലാസിക് സ്റ്റുഡിയോയുടെ മുന്നിൽ അനൂപൻ സജിയെ കാത്തുനിന്നു. താൻ വനിതാ ഹോട്ടലിലുണ്ടെന്ന് സെബാസ്റ്റ്യൻ വിളിച്ചു പറഞ്ഞപ്പോൾ അയാൾ പതുക്കെ അങ്ങോട്ട് ബൈക്ക് തിരിച്ചു. സരീഷ് ഉണ്ണി ചായ കുടിച്ചു തീരും മുൻപ് സജി ഹോട്ടലിലേക്ക് കയറി. ബെഞ്ചിൽ സരീഷ് ഉണ്ണി മാത്രം. സജി അയാളെ ഒന്ന് നോക്കി. അതേ തല, അതേ നോട്ടം, സജിയെ നോക്കിയുള്ള അതേ ചിരി. അനൂപൻ മൊബൈലിൽ അത് പകർത്തി. സരീഷ് ഉണ്ണി ചായയുടെ പൈസ കൊടുത്ത് സജിയെ ഒന്നുകൂടി നോക്കി. റോഡ് മുറിച്ച് കടന്നുപോയി. സജി ആ പോക്ക് നോക്കി നിന്നെങ്കിലും ഉണ്ണിയുടെ ഇരുണ്ട ചിക്കൻ പോക്സ് വന്നതിൻ്റെ 1-2 കലകൾ ബാക്കിയുള്ള ഒരു കണ്ണിൽ കലക്കുള്ള മുഖവും കുറിയ ശരീരവും അയാൾക്ക് അത്ര പിടിച്ചില്ല. എന്നാൽ അനൂപന് അത്രയും മതിയായിരുന്നു. ആ ഒരു നിമിഷം മാത്രം. അവരിരുവരും പിന്നെ സെബാസ്റ്റ്യനെ വിളിച്ചില്ല. പക്ഷേ കണ്ണൻ മാഷും ഗീതയും പിന്നെയും മിണ്ടി. മാഷ് ഇതുവരെ എവിടെയായിരുന്നു, ഇതെന്തൊരു അത്ഭുതമാണ് എന്നൊക്കെ വീണ്ടും ഗീത പറഞ്ഞുകൊണ്ടിരുന്നു. ലതിക പറഞ്ഞതുപ്രകാരം ഞായറാഴ്ച ഇരുവരും പറശ്ശിനിക്കടവ് ഊട്ടുപുരയിൽ വച്ച് കണ്ടുമുട്ടി. അന്ന് തിരക്ക് കുറവായിരുന്നു. പ്രസാദമായി കിട്ടിയ വേവിച്ച പയറും തേങ്ങാപ്പൂളും കഴിക്കുകയായിരുന്നു മാഷ്. ഗീത കൃത്യമായി അവിടെ തന്നെ വന്നിരുന്നു. വഴിപാട് കൗണ്ടറിനടുത്തു നിന്ന് അനൂപനും ലതികയും അവരെ കണ്ടു. മാഷ് മീശയെടുത്തപ്പോൾ ഗീതയായി മാറിയ കാഴ്ച അനൂപനെ വല്ലാതെ സന്തോഷിപ്പിച്ചിരുന്നു. ഗീത ഇതെന്തൊരാള് എന്ന നോട്ടത്തോടെ അയാളെ തൊട്ടു വിളിച്ചു. മാഷ് അവളെ നോക്കി. മാഷ് ചിരിച്ചു. മാഷ് മിണ്ടി. ഗീത ഉണക്കമീൻ്റെ ഒരു കഷണം മാഷിൻ്റെ ഇലയിലേക്ക് വച്ചു. തേങ്ങാ കഷണത്തിനൊപ്പം മാഷ് അത് രുചിച്ചു കഴിച്ചു. എണീറ്റ് പുഴയിൽ കാല് നനച്ചപ്പോൾ ബോട്ടിൽ കയറണമെന്ന് അവർക്ക് തോന്നി. ബോട്ട് ഒരു റൗണ്ട് അടിച്ചു വരുന്നതിനിടയിൽ മാഷ് 2 കുഞ്ഞു കീർത്തനങ്ങളും ഒരു സിനിമാ പാട്ടും ഗീതയ്ക്ക് വേണ്ടി പാടി. അന്ന് രാത്രി കണ്ണൻ മാഷ് ലതികയെ വിളിച്ചെങ്കിലും അവൾ എടുത്തില്ല. എന്തോ ഒരു സങ്കടം അവളെ പറ്റി നിന്നിരുന്നു. കണ്ണനെ കണ്ടായോ എന്ന് അവൾ ആദ്യമായി പാടി നോക്കി. പറ്റുന്നുണ്ട്. അനൂപൻ സെബാസ്റ്റ്യനും ലതികയ്ക്കും അധിക 1000 രൂപയും പ്രമോഷനും കൊടുത്തു. ഇരുവരും സീനിയർ പോസ്റ്റിലേക്ക് മാറി. ഗോപി കീഴുദ്യോഗസ്ഥനായി തുടർന്നു. അയാൾ കഴിവില്ലാത്ത പോലീസുകാരനായി. പലപ്പോഴും മുറിക്കകത്ത് പാറാവു നിന്നു. നിരാശയിൽ നുള്ളിപ്പൊട്ടിച്ച പാലുണ്ണികൾ അയാളുടെ ഇരുണ്ട കൈത്തണ്ടയിൽ 4 മഞ്ചുമായി പെരുത്തു വളർന്നു. പടന്നയിലെ മെമ്പർ ജോഷ്വ ശ്രീകണ്ഠപുരത്ത് ഒരു രഞ്ജിത്തിന്റെ ഒത്ത മുഖവുമായി മാറിയത് സെബാസ്റ്റ്യനും, ആലക്കോട് ടൗണിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സജനി മോൾ എന്ന ഓട്ടോ ഡ്രൈവർ മഞ്ചേശ്വരത്ത് അതേസമയം തന്നെ വസുജ എന്ന അങ്കണവാടി ഹെൽപ്പറുടെ മുഖത്തോടെ ചോളപ്പൊടി ഉപ്പുമാവ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് ലതികയും തേടിപ്പിടിച്ചു. വൈകാതെ അവർ യാദൃച്ഛികമായി കണ്ടുമുട്ടി. ആ നാളുകളിൽ ചിത്രയുടെ പഴയ ചിരിക്കുന്ന മുഖം മാറി. അടുക്കളയിൽ ഒരു മുഖം, കിടപ്പുമുറിയിൽ മറ്റൊരു മുഖം. ബന്ധുക്കളോ അതിഥികളോ വരുമ്പോൾ തെളിഞ്ഞ പുതിയൊരു മുഖം എന്നിവ അനൂപനും കണ്ടെത്തി.
മാസാവസാനം ശമ്പള ഇനത്തിൽ കുടുംബത്തിലേക്ക് വന്നുകൊണ്ടിരുന്ന ഒരു വലിയ തുകയുടെ 3/4 ഭാഗവും വേറൊരു വഴിക്ക് പോകുന്നതിലുള്ള ആശങ്ക അവൾ ഓരോ ദിവസവും കൂട്ടിവച്ചു. കളിയുടെ നിയമങ്ങൾ മനസ്സിലാക്കി ശ്രദ്ധയോടെ ഇറങ്ങിയപ്പോൾ സെബാസ്റ്റ്യന് 17, ലതിക 14 എന്നിങ്ങനെ ഒരേ മുഖക്കാരുടെ എണ്ണം കൂടിക്കൂടി വന്നു. സെബാസ്റ്റ്യന് താനും സാറും ഇപ്പോൾ ഒരേ റാങ്കുകാരാണെന്ന് തോന്നി. ഇത്രയും കേസുകൾ തെളിയിച്ച ഒരാൾക്ക് കിട്ടേണ്ട ബഹുമതിയോ പ്രമോഷനോ തനിക്ക് കിട്ടിയില്ല എന്നും. കുറച്ചുകാലം അയാൾ അത് ഉള്ളിലിട്ട് നടന്നു. അനൂപൻ സാറിന് കിട്ടുന്ന ഉന്മാദത്തിന്റെ ഒരു പങ്ക് അയാൾക്കും കിട്ടിത്തുടങ്ങിയ കാലമായിരുന്നു അത്. 0-ൽ തുടരുകയായിരുന്ന ഗോപി ഒരു നീണ്ട ലീവ് എടുത്ത് ധർമ്മസ്ഥലത്തേക്ക് വണ്ടി കയറിയപ്പോൾ അത് നന്നായെന്ന് അനൂപനും തോന്നി. അപ്പനെ ചുരണ്ടിത്തിന്ന് കുറേ കാലം ജീവിച്ചിരുന്നു കക്ഷി. ഗോപിയുടെ അച്ഛനും അപ്പന്റെ കൂടെയായിരുന്നു. അവസാന കാലത്ത് അപ്പനെ കൊണ്ടുപോയി ഏതോ കുഴിയിൽ ചാടിച്ചിരുന്നു എന്ന് കുഞ്ഞമ്മാവൻ പറഞ്ഞത് അവൻ ഓർമ്മയിൽ കിട്ടി. ആ സംഭവം അമ്മ പറഞ്ഞും അനൂപനറിയാം. മറ്റേയാളും അപ്പനുമായിട്ട് വലിയ സാദൃശ്യമൊന്നുമില്ലായിരുന്നു. എവിടെയോ ചില്ലറ പൊരുത്തങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം. എന്നാലും അപ്പൻ സമയമെടുത്ത് മറ്റേയാളെ കൃത്യമായി പഠിച്ചു. ഉണങ്കുരുവും കാട്ടുമഞ്ഞളും ചിറ്റമൃതും അരച്ചിട്ട് മുഖത്തെ മിനുക്കം വിടുവിച്ചും വടിവൊപ്പിച്ചു മീശ വെട്ടി വെയില് കാഞ്ഞ് ഒരു തിളക്കക്കുറവുമുണ്ടാക്കി. നോട്ടവും നടത്തവും മാറ്റി മറ്റൊരാളായി. നേരു പറഞ്ഞാൽ ഇത് മറ്റാർക്കും പറ്റുന്ന ഒന്നല്ല. അപ്പന്റെ മുഖത്ത് ആ പൊരുത്തങ്ങൾ കുറെയൊക്കെ ഉണ്ടായിരുന്നിരിക്കണം. ഈ പറഞ്ഞ മറ്റേയാള് അടക്കയും കൊണ്ട് സുള്ളിയത്തേക്ക് ജീപ്പ് കയറിയപ്പോൾ അപ്പൻ സാധാരണ പോലെ അയാളുടെ വീട്ടിൽ കയറി. കട്ട് റോഡിനപ്പുറം ഗോപിയുടെ അച്ഛൻ കുഞ്ഞിക്കേളു കാവലും നിന്നു. മറ്റേയാളുടെ 2 ആൺമക്കൾ മുറ്റത്ത് ഗോട്ടി കളിക്കുന്നതിനിടയിൽ അച്ഛൻ എന്താ പോയില്ലേ എന്ന് സംശയത്തോടെ നോക്കിയതേയുള്ളൂ. നോട്ടം വിട്ട് അവർ കളി തുടർന്നു. ആ വീട് മുഴുവൻ ചിരപരിചിതനായ ഒരാളെ പോലെ എന്തോ തിരഞ്ഞു നടന്ന് ഒന്നും ചെയ്യാനില്ല എന്നതുപോലെ കട്ടിലിൽ കുറച്ചുനേരം ഇരുന്ന് ഷെൽഫ് തുറന്ന് മറ്റേയാളുടെ ഭാര്യയുടെ കുറച്ച് സ്വർണവും തോട്ടത്തിൽ നിന്നുള്ള ആദായമായി കിട്ടിയ കുറച്ച് പണവും ബാഗിലാക്കി മുറിയിൽ നിന്നിറങ്ങി. പുറത്തേക്കിറങ്ങുമ്പോൾ ഭാര്യ മുന്നിൽ. എന്തേ പോയില്ലേ എന്ന് അവൾ ചോദിച്ചു. അപ്പൻ ശബ്ദം കൊണ്ടും മറ്റേയാളായി മൂളി. എവിടെയെങ്കിലും പോകാനിറങ്ങി പുള്ളി പകുതി വെച്ച് മടങ്ങി വരുന്നത് പെട്ടെന്നുണ്ടാകുന്ന ചില ഉൾമോഹങ്ങൾ കൊണ്ടാണെന്ന് ആ സ്ത്രീക്ക് അറിയാമായിരുന്നു. അതവർക്കേ തീർക്കാനാവൂ. അവൾ അപ്പനെയും കൊണ്ട് അകത്തു കയറി വാതിലടച്ചു. അപ്പന് വിയർത്ത വെപ്രാളമുണ്ടായി. എന്നാലും ഇവിടെ ജയിച്ചാൽ താൻ ജയിച്ചു എന്ന് അപ്പന് തോന്നി. എന്തെങ്കിലും ചെയ്ത് പെട്ടെന്നിറങ്ങിപ്പോണം എന്നും. വിയർപ്പു മണത്തോടെ അപ്പൻ അവരെ തൊട്ടതും അവർക്ക് കാര്യം മനസ്സിലായി. ചരിഞ്ഞുകിടന്ന ആ പെണ്ണുങ്ങള് കട്ടിലിനടിയിൽ കമിഴ്ത്തി വച്ചിരുന്ന കാരയപ്പത്തിന്റെ ഓട്ടുപാത്രം കൊണ്ട് അപ്പനെ അടിച്ചു നിലത്തിട്ടു. അപ്പൻ വാതിലും തുറന്ന് പുറത്തേക്കോടി. അവരുടെ പേര് ഗൗതമിയെന്നോ മറ്റോ ആയിരുന്നുവെന്നാണ് അമ്മ പറഞ്ഞത്. അപ്പന്റെ യാത്രകൾക്ക് അതോടെ ഒരു തീരുമാനമുണ്ടായെങ്കിലും അമ്മയ്ക്ക് വലിയ പേടി തന്നെയായിരുന്നു. പുറത്തുപോയി വരുന്ന അപ്പനെ അമ്മ ശ്രദ്ധയോടെ നോക്കും. അത് അപ്പനാണോ എന്ന് മണത്തു നോക്കാനുള്ള കഴിവ് അമ്മയ്ക്കില്ലായിരുന്നല്ലോ. യാത്രകൾക്കിടയിലെ കൃത്യമായ ഇടവേളകളിൽ ലതിക വീട്ടിലെത്തി മകളെയും സുബ്രഹ്മണ്യനെയും കണ്ട് അടുത്ത നീണ്ട യാത്രയ്ക്കുള്ള പലഹാരങ്ങളുടെ പണിയിലേക്ക് കയറുമായിരുന്നു. ചില്ലപ്പം, മണിക്കേക്ക്, കുളമ്പ്, പാൽ ഹോളിക തുടങ്ങിയ ലതികയുടെ സ്പെഷ്യൽ പലഹാരങ്ങൾ വല്ലപ്പോഴും അനൂപൻ സാറിൻ്റെ മേശയിലും എത്തും. സീസൺ കഴിഞ്ഞാലും ഇടവിട്ട് കായ്ക്കുന്ന ചെറിയ ധർമ്മടം മാങ്ങയുടെ തൈ നിറയെ കായ്ച്ച വർഷം കണ്ണി പൊട്ടാതെ സാറിനു വേണ്ടി അവൾ കൊണ്ടുപോയിരുന്നു. അന്ന് മുഴുവൻ അതിൻ്റെ ചുനമണം ഓഫീസ് നിറഞ്ഞു നിന്നിരുന്നു. ചുമരിലെ ബോർഡ് പേരുകളും ചിത്രങ്ങളും സ്ഥലങ്ങളും പല സമയങ്ങളും കൊണ്ട് നിറഞ്ഞിരുന്നു. സാറേ, അയാളൊരു ഗുണ്ടയായിരുന്നു. ഇപ്പോഴും ഗുണ്ടയാണ് എന്നാണ് സാറേ ആളുകൾ പറയുന്നത്. രഹസ്യമായി കൊട്ടേഷനുകൾ കൊടുക്കും. ഈ ചെക്കനാണെങ്കിൽ ഒരു പാവമാ സാറേ. ജോലിയൊന്നും ആയിട്ടില്ല. വീട്ടിലും കഷ്ടപ്പാടാ. ഞാൻ ഒരു 2000 അവൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു. അന്നേരം അവൻ വന്നോളാം ചേച്ചിന്ന് പറഞ്ഞു. സെബാസ്റ്റ്യനും ലതികയും ചേർന്ന് കണ്ടെത്തിയ 2 പേരും വൈകുന്നേരം വിട്ല മാർക്കറ്റിൽ വച്ച് കണ്ടുമുട്ടുമെന്ന് തീരുമാനമായതിൻ്റെ ഒരുക്കത്തിലായിരുന്നു അനൂപൻ. അവർ മാറി മാറി പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അവന് മനസ്സിൽ ഒരു രൂപമുണ്ടായിരുന്നു. ഗുണ്ട സെബാസ്റ്റ്യന്റെ വായ്ത്താളത്തിൽ വീണു. സത്യത്തിൽ വീണതല്ല, ഒരു കൊട്ടേഷനുണ്ട് എന്ന് പറഞ്ഞ് സെബാസ്റ്റ്യൻ രഹസ്യമായി ബന്ധപ്പെടുകയായിരുന്നു.
വിവരങ്ങൾ നേരിട്ട് പറയാമെന്നായിരുന്നു ധാരണ. വലിയ ചട്ടമ്പികളായിരുന്നു സാറേ ഇവരുടെ കുടുംബം. ഇവന്റെ അപ്പനും വലിയ ചട്ടമ്പിയായിരുന്നു. അനൂപിനെ രാസവളങ്ങൾ വിൽക്കുന്ന ഒരു കടയുടെ ചാക്കുകൾ അട്ടിയിട്ട ഭാഗത്ത് നിർത്തി സെബാസ്റ്റ്യൻ അന്വേഷണത്തിന്റെ കിട്ടിയ കഥയിൽ ഒരെണ്ണം ആ സമയത്ത് അഴിച്ചു തുറന്നു. ചട്ടമ്പികൾ രണ്ടും വലിയ കൂട്ടുകാരായിരുന്നു സാറേ. എല്ലാ കലക്കത്തരത്തിനും ഇവന്മാർ ഒന്നിച്ചായിരുന്നു. ഒരു ദിവസം ഷാപ്പിൽ നിന്നും അടിച്ച് തോളിൽ കൈയിട്ട് ആടി ഇവന്മാരിങ്ങനെ വരുമായിരുന്നു. ഈ ആട്ടം കൂടിയപ്പോൾ രണ്ടിനും നല്ല കഴപ്പ് കയറി. ആരെയെങ്കിലും തല്ലണം, തല്ലിയേ പറ്റത്തുള്ളൂ. അങ്ങനെ ഇവന്മാര് കവലയിലെത്തിയപ്പോൾ ഒരു തീരുമാനം അങ്ങ് കാച്ചി. നമ്മൾ നടന്നു പോകുന്ന വഴിയേൽ ആദ്യം എതിരെ വരുന്ന ആളെ നമ്മൾ രണ്ടാളും ചേർന്ന് തല്ലണം. അതിപ്പോ ഉണ്ടാക്കിയ തന്ത ആണേലും അങ്ങനെ തന്നെ. ഒത്തോ? ഒത്തു. അങ്ങനെ ഒരു കള്ളുവാക്കിന്റെ പുറത്ത് മുന്നോട്ട് നടക്കുമ്പോൾ എതിരെ വന്നത് കൂട്ടത്തിൽ ഒരാളുടെ അനന്തരവൻ ചെക്കൻ. ചെറുതിലെ അച്ഛൻ മരിച്ചതുകൊണ്ട് ഈ ചട്ടമ്പി അമ്മാവൻ പൊന്നുപോലെ നോക്കുന്ന പാലുപോലത്തെ അനന്തരവനായിരുന്നു പയ്യൻ. അമ്മാവൻ ചട്ടമ്പി കൂട്ടുകാരനോട് കുറെ പറഞ്ഞു നോക്കി. എടാ എടാ അവനെ വിട്ടേക്കെടാ, അത് കുഞ്ഞല്ലേ, പൊടി മീശ വന്നേ ഉള്ളൂ, അടുത്തതിൽ പിടിക്ക എന്ന്. പക്ഷേ കൂട്ടുകാരൻ ചട്ടമ്പി വിട്ടില്ല, വാക്ക് പാലിച്ചു. പയ്യനെ നടുറോട്ടിൽ പിടിച്ചു നിർത്തി തല്ലി താഴെയിട്ടു. അതിൻ്റെ പല്ല് രണ്ടെണ്ണം പോയി, മൂക്കിൻ്റെ പാലവും പൊട്ടി, കുഞ്ഞിക്കണ്ണിൽ ചോരയും തെറിച്ചു. അമ്മാവന് നൊന്തു. അന്ന് രാത്രി അതേ കള്ളിൻ്റെ തരിപ്പിലും വിഷമത്തിലും കൂട്ടുകാരൻ ചട്ടമ്പിയെ മറ്റേ ചട്ടമ്പി അങ്ങ് കൊന്നു. എന്നിട്ട് ജയിലിൽ പോയി. 12 വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങിയ അമ്മാവൻ ചട്ടമ്പിയെ മറ്റേ ചട്ടമ്പിയുടെ മക്കളും അളിയന്മാരും ചേർന്ന് കൊന്നുകളഞ്ഞു. ആ ചട്ടമ്പിയുടെ മരുമകൻ പൊടിപ്പയ്യൻ പിന്നെ വലിയ ചട്ടമ്പിയായി വളർന്നു. അങ്ങനെ വളർന്ന ആ ചട്ടമ്പിയുടെ മകനാണ് ദേ സാറേ ആ വരണത്. അനൂപന്റെ കാൽവിരലുകൾക്കിടയിൽ നിന്ന് തരിപ്പ് പാഞ്ഞു. ലതിക പറഞ്ഞതുപോലെ പയ്യൻ പച്ചക്കറി വാങ്ങുന്നതായി അഭിനയിക്കുകയാണ്. ഒരാൾ വരുമെന്ന് അവനറിയാം, അതാരാണെന്ന് അറിയില്ല. ഒരു സാധാരണ നീല ജീൻസ് പാൻറ്റും കാപ്പിയിൽ പടർന്ന വെള്ള ചതുരക്കട്ടകൾ പ്രിന്റ് ചെയ്ത ഷർട്ടും ധരിച്ച് അവൻ്റെ തൊട്ടുപിറകിൽ ആ ഗുണ്ട വന്നു നിന്നപ്പോൾ പയ്യൻ പതുക്കെ തിരിഞ്ഞു നോക്കി. അവനേക്കാൾ നീളമുണ്ട്, ശരീരം അവനെപ്പോലെ തന്നെ, തൂക്കവും ഏറെക്കുറെ അങ്ങനെയായിരിക്കും. മുഖം. അവനാ മുഖത്തേക്ക് നോക്കി. തൻ്റേതല്ലാത്ത എന്താണ് അയാളുടെ മുഖത്തുള്ളത്? കണ്ണിനു താഴെ ഒരു പൊള്ളിയ പാട് അയാൾക്ക് മാത്രമുണ്ട്. അതേ കണ്ണ്, അതേ മൂക്ക്. അവൻ അയാളോട് ചിരിച്ചു. അനൂപന് സമാധാനം തോന്നി. ഗുണ്ടയും ചിരിച്ചു. പെട്ടെന്ന് പയ്യൻ നീണ്ട ഷർട്ട് കൊണ്ട് മറച്ച ജീൻസ് പാൻറ്റിന്റെ പിന്നിലെ പോക്കറ്റിൽ നിന്ന് പേഴ്സ് പരതും പോലെ പരതി തിളങ്ങുന്ന ഒരു കത്തി വഴക്കത്തോടെ കയ്യിലെടുത്ത് മുന്നിലെ ശരീരത്തിന്റെ നെഞ്ചുഭാഗത്ത് നോക്കി വളരെ വേഗത്തിൽ 3 കുത്തുകുത്തി. ചോര പടരും മുമ്പ് അവൻ മാർക്കറ്റിലെ തിരക്കിൽ മറഞ്ഞു. വളരെ പതുക്കെയാണ് ആളുകൾ ഓടിക്കൂടിയത്. കടക്കാരനു പോലും എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായിരുന്നില്ല. ആ വലിയ ശരീരം നിലത്ത് കമിഴ്ന്നു വീണ് വില്ലിച്ചിട്ടും അങ്ങാടിക്കിളികൾ ഭയമില്ലാതെ അയാൾക്കു ചുറ്റും ചെറിയ ശബ്ദത്തിൽ കൊത്തിപ്പെറുക്കിക്കൊണ്ടിരുന്നു. അയാൾ മരിക്കില്ല, മരിക്കില്ല എന്നാണ് ലതികയെ നോക്കി അവളുടെ മേലുദ്യോഗസ്ഥൻ അവസാനമായി പറഞ്ഞത്. കളിയിൽ ചോര വീണ അന്നുതന്നെ അനൗപചാരികമായി ടീം പിരിച്ചുവിട്ടു. സാർ ഒന്നും പറയാതെ ടീം പിരിച്ചുവിട്ടപ്പോൾ സെബാസ്റ്റ്യൻ അത് പെട്ടെന്ന് അങ്ങോട്ട് പൊരുത്തപ്പെടാൻ പറ്റിയില്ല. അയാൾ പിന്നെയും ആളുകളെ അന്വേഷിച്ചു പോയി എന്നൊക്കെ മുമ്പ് താലൂക്ക് ആശുപത്രിയിൽ കണ്ടപ്പോൾ പറഞ്ഞു. ഉള്ളിലെ എന്തൊക്കെയോ സൂക്കേടായിരുന്നു. അനൂപൻ ഒന്നും മിണ്ടിയില്ല. ലതിക കൊണ്ടുവന്ന മാങ്ങ കയ്യിലെടുത്ത് വെറുതെ മണത്തു നോക്കി. കണ്ടുകൂട്ടിയ മനുഷ്യരെയൊക്കെ അയാൾ ഓർത്തു. മോൾക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജുണ്ട്. അവൾ പഠിച്ച കോഴ്സിൽ കമ്പ്യൂട്ടർ കൊണ്ട് ഇല്ലാത്ത ഒരു മനുഷ്യന്റെ മുഖമുണ്ടാക്കാൻ പറ്റും. AI എന്നോ മറ്റോ ആണ് അതിൻ്റെ പേര്. അവൾ അതാ പഠിച്ചത്. മുഖമുണ്ടാക്കി ആ ഫോട്ടോ ഷെയർ ചെയ്യും. അതിലെ പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവളെ വന്ന് കണ്ടാൽ മതി, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. അവള് എന്തെങ്കിലും സമ്മാനം കൊടുക്കും. സാറ് വിശ്വസിക്കില്ല, ഒരുപാട് പേര് വന്നു സാറേ. അനൂപൻ ഒരിക്കൽ അവളെ കണ്ടിട്ടുണ്ട്. തങ്ങളുടെ ഓഫീസ് കാണാൻ നിർബന്ധം പിടിച്ചു വന്നതാണ്. കെട്ടിത്തൂക്കിയ വലിയ മഞ്ഞ ബൾബും ചുവരിലെ മുള്ളാണി അടിച്ചു കോർത്ത് കെട്ടിയ ചുവന്ന ചരടുകൾക്ക് പിറകിലെ എണ്ണാൻ പറ്റാത്തത്ര ഒരേ മുഖമുള്ള ആളുകളുടെ ചിത്രങ്ങളും പേരുകളും അവൾ കുറെ നേരം നോക്കി നിന്നിട്ടുണ്ട്. അയാൾ ചിരിച്ചു. ഗോപി? ലതിക നടുവിലെ മേശ വലിപ്പ് വെറുതെ വലിച്ചു തുറന്നു.
ചില്ലപ്പത്തിൻ്റെ ഒരു പാക്കറ്റ് ഞളുത്ത് ദ്രവിച്ച് കിടക്കുന്നു. വസുജയെ രണ്ടാമതും കാണാൻ പോയ ദിവസം ചൂടോടെ കൊടുത്തതായിരുന്നു. ആഴ്ചയിൽ വന്ന് സെബാസ്റ്റ്യനൊപ്പം ഒപ്പിട്ടിരുന്ന ചെറിയ രജിസ്റ്റർ അങ്ങനെ തന്നെയുണ്ട്. അനൂപൻ സാറ് ഓരോ ഘട്ടത്തിലുമുള്ള പുരോഗതികൾ അതിൽ എഴുതി വച്ചിരുന്നത് അവരൊരിക്കൽ വായിച്ചു നോക്കിയിരുന്നു. സമയവും തീയതിയും എഴുതിയ ചെറിയ ചെറിയ കഥകൾ. അത് പറയാനാ ഞാൻ വന്നത്. ഗോപി എന്നെ ഇടയ്ക്ക് വിളിക്കും സാറേ. അയാള് പിന്നെ ഈ നാട്ടിലേക്ക് വന്നിട്ടില്ല. മുമ്പ് ധർമ്മസ്ഥലയിലും ഗോകർണത്തും കാലിക്കച്ചവടം ചെയ്യുകയായിരുന്നുവെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ കൊല്ലൂരിനടുത്ത് നിട്ടൂര് മോഹൻകുമാർ എന്നൊരാളുടെ കൂടെയാണ് താമസം. ഗണപതി എന്നാണ് പുതിയ പേര്. ഞങ്ങൾ കുടുംബമായിട്ട് കൊല്ലൂര് പോയപ്പോൾ വന്നു കണ്ടു. കുറച്ചുകൂടി പ്രായം തോന്നും, വേറെ മറ്റൊന്നുമില്ല. പിന്നെ വർഷങ്ങൾക്കിപ്പുറം ഗോപി ഒരാളെ കണ്ടു. അനൂപന്റെ ചെവിക്കുടയനങ്ങി. പഴയ പോലൊരു ശ്വാസം മുട്ടിനുള്ള ത്വരയുണ്ടായി. അതൂഹിച്ച് അറുത്തെറിഞ്ഞ പ്രാന്തിലേക്ക് തിരികെ വിളിക്കല്ലേ എന്ന് വലതുകൈ ചുരുട്ടി കണ്ണടച്ചപ്പോൾ ലതിക നിർത്തി. ഷിമോഗയിൽ വച്ച് കണ്ട ആ ചെറുപ്പക്കാരൻ്റെ മുഖം സാറിനെ പോലെയാണ്, അത്രയും ചേർച്ചയുള്ളത്. കണ്ണാടി രൂപം നാ ഗോപി പറഞ്ഞത്. അനൂപൻ കാൽമുട്ടിനു പിറകിലുള്ള വിറച്ചില് കാര്യമാക്കാതെ മേശവലിപ്പ് തുറന്ന് പഴയ രജിസ്റ്റർ എടുത്ത് പുറത്തു വച്ചു. ലതിക പോയോ ഇല്ലയോ എന്ന് നോക്കാതെ ഷട്ടർ വലിച്ചിട്ടു. ഇരുട്ടിൽ മേശയ്ക്ക് മുകളിലെ വലിയ മഞ്ഞ ലൈറ്റ് തെളിച്ചത്തോടെ കത്തി. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം പ്രതീക്ഷയോടെ. നന്ദി.